ബൽറാം, ഈ ആക്രമണത്തിന് പിന്നാലെ അതിർത്തിയിലുണ്ടായ സ്ഥിതിഗതികൾ, പ്രത്യേകിച്ച് പാക് ഷെല്ലാക്രമണം കടുക്കുകയാണല്ലോ അതിർത്തിയിൽ, അതിന്റെ വിശദാംശങ്ങൾ ഉൾപ്പെടെ ബൽറാം. ഉന്മേഷ്, തീർത്തും അപ്രതീക്ഷിതമായ ഒരു ആക്രമണമാണ് പാക് അധീന കശ്മീരിലെയും പാകിസ്ഥാനിലെയും ഭീകരവാദ കേന്ദ്രങ്ങൾക്കെതിരെ ഇന്ത്യ നടത്തിയത്. അതിൻ്റെ തുടർച്ച ഇന്ന് നേരം പുലർന്നത് തന്നെ ഈ ഒരു വാർത്തയുമായാണ്. അതിൻ്റെ ഒരു കൃത്യമായ പ്രതിഫലനം ജമ്മു കശ്മീരിലെ ജനങ്ങളുടെ ജീവിതത്തിലും കണ്ടിരുന്നു. രാവിലെ ആദ്യ മണിക്കൂറുകളിൽ ജനങ്ങൾ പുറത്തിറങ്ങാൻ മടിച്ചിരുന്നു. എന്താണ് സംഭവിക്കുന്നത് എന്നറിയാനുള്ള ഒരു ആകാംക്ഷ ജനങ്ങൾക്ക് ഉണ്ടായിരുന്നു. തുടർന്നാണ് ജമ്മു കശ്മീരിലെ ശ്രീനഗർ വിമാനത്താവളം അടക്കമുള്ള വിമാനത്താവളങ്ങളിൽ സിവിലിയൻ ഓപ്പറേഷനുകൾ നിർത്തിവെക്കുകയും അത് സൈന്യത്തിന് ആവശ്യത്തിനായി ഏറ്റെടുക്കുകയും ചെയ്യുന്ന നടപടിയുണ്ടായത്. എന്നാൽ പിന്നീട് ഇപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴേക്കും ജനജീവിതം ഏതാണ്ട് സാധാരണ നിലയിലേക്ക് ആയിട്ടുണ്ട്. പാകിസ്ഥാനിൽ കനത്ത ആഘാതം, പ്രഹരം ഇന്ത്യ ഏൽപ്പിച്ച ഒരു ഘട്ടത്തിൽ പാകിസ്ഥാന്റെ പ്രതികരണമുണ്ടായത് എന്നാൽ അതിർത്തി മേഖലയിലാണ്. നിയന്ത്രണ രേഖയ്ക്ക് സമീപമുള്ള ഇന്ത്യൻ ജനവാസ മേഖലയ്ക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് പാകിസ്ഥാൻ ഷെല്ലും മോർട്ടാറുകളും ഉപയോഗിച്ച് ആക്രമണം നടത്തുകയായിരുന്നു. അതിൽ ഏറ്റവും കടുത്ത ആക്രമണം പൂഞ്ച്, രജൌരി എന്നീ മേഖലകളിലാണ് ഉണ്ടായത്. മെന്ദറിലും ഒപ്പം തന്നെ ഉറിയിലും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ആക്രമണമുണ്ടായി. വലിയ നാശനഷ്ടം സംഭവിച്ചിരിക്കുന്നത് പൂഞ്ചിൽ തന്നെയാണ്. 10 പേർ പൂഞ്ച് സെക്ടറിൽ മാത്രം പാകിസ്ഥാന്റെ ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 36 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. കൂടാതെ നിരവധി വീടുകൾ തകരുന്ന അവസ്ഥ ഉണ്ടായിരിക്കുന്നു. ഈ മേഖലകളിലെല്ലാം തന്നെ ബങ്കറുകൾ അടക്കമുള്ള സൗകര്യങ്ങൾ ഒരുക്കിയ മേഖലയാണ് എങ്കിൽ പോലും ഇത്രത്തോളം ഒരു നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് ഈ മേഖലയിൽ എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഈ ജനങ്ങളെ ലക്ഷ്യമാക്കി പാകിസ്ഥാൻ തുടർച്ചയായി ഷെല്ലാക്രമണം നടത്തിയ ഘട്ടത്തിൽ ഇന്ത്യൻ സൈന്യം ശക്തമായ തിരിച്ചടി നൽകുകയായിരുന്നു. പാകിസ്ഥാന്റെ സൈന്യത്തെ ലക്ഷ്യമാക്കി ഇന്ത്യ പ്രത്യാക്രമണം നടത്തി. ഇതോടുകൂടിയാണ് ഇപ്പോൾ തൽക്കാലത്തേക്ക് ഷെല്ലാക്രമണം പാകിസ്ഥാൻ അവസാനിപ്പിച്ചിട്ടുണ്ട്. ഈ പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റി കഴിഞ്ഞിരിക്കുന്നു. നിലവിൽ ഈ 36 പേരെയും എന്നാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. അതിശക്തമായ മറുപടി തന്നെ പാകിസ്ഥാന്റെ ഇത്തരത്തിലുള്ള സാഹസത്തിന് നൽകും എന്നാണ് ഇന്ത്യൻ സൈന്യം വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ 12 ദിവസങ്ങളിലും ചെറിയ തോക്കുകൾ ഉപയോഗിച്ചുള്ള ആക്രമണമായിരുന്നു പാകിസ്ഥാൻ നടത്തിയത്, അല്ലെങ്കിൽ പ്രകോപനമായിരുന്നു പാകിസ്ഥാൻ നടത്തിയത് എങ്കിൽ ഇന്ന് മോർട്ടാറുകളും ഷെല്ലുകളും ഉപയോഗിച്ചുള്ള ആക്രമണം നടത്തി. അതിന് തക്കതായ മറുപടി തന്നെ പാകിസ്ഥാൻ പോസ്റ്റുകൾക്ക്, പാക് സൈനികരെ ലക്ഷ്യമാക്കി ഇന്ത്യ നൽകി. തൽക്കാലത്തേക്ക് ഇപ്പോൾ അതിർത്തിയിൽ ഇത്തരത്തിലുള്ള പാക് ആക്രമണങ്ങൾ ഇല്ല. അതേസമയം അതീവ ജാഗ്രത തുടരുകയാണ്. ഈ 3 സംസ്ഥാനങ്ങളിലും, പഞ്ചാബിലും ഒപ്പം തന്നെ ജമ്മു കശ്മീരിലും രാജസ്ഥാനിലും ജാഗ്രത തുടരുന്നു. ഈ ആക്രമണമുള്ള അതിർത്തി മേഖലയിലെ സ്കൂളുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ അടച്ചിട്ടിരിക്കുകയാണ്. ഉന്മേഷ്.